നമുക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ ഉപമ തങ്ങളെക്കുറിച്ചാവുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. ശ്രദ്ധിക്കാം. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവും ആയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പലർക്കും സുപരിചിതമായ അറിവുള്ള കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന വാക്യം. എന്നാൽ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന വിശുദ്ധ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്, പ്രവചിച്ചിരിക്കുന്നത് നമ്മൾ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു തിരുവെഴുത്താണ്, യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണത്. യേശു തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരുന്നു. യേശു കർത്താവ് അവൻ്റെ ജനനം മുതൽ, അല്ല, അമ്മയായ മറിയയുടെ ഉദരം മുതൽ, ആ ഗർഭപാത്രം മുതൽ കാൽവറിയുടെ കുലക്കളം വരെയും യേശു തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരുന്നു. എന്നാൽ ആ കല്ലാകുന്ന ക്രിസ്തുവാണ് ഇന്ന് ദൈവസഭയ്ക്ക്, അപ്പോസ്തലന്മാർക്ക്, നമുക്കെല്ലാവർക്കും മൂലക്കല്ലായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, മറിയത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ റിജക്ഷൻ അനുഭവിച്ച ആ ദൈവപുത്രനാണ്. നമുക്കറിയാം, യേശു കർത്താവ് ജനിച്ചത് മറിയയുടെയോ ജോസഫിൻ്റെയോ മനുഷ്യൻ്റെയോ ഇഷ്ടത്തിലല്ല. യേശു കർത്താവ് ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ്. പാപത്തിൻ്റെ അംശമില്ലാത്ത പാപികളെ രക്ഷിക്കുവാൻ പാരിടത്തിൽ വന്ന പരിപാവനമായ രക്തം നമുക്ക് വേണ്ടി നൽകിയ പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായത് എങ്ങനെ എന്ന പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 7, 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് അമ്മയായ മറിയത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ റിജക്ഷൻ അനുഭവിക്കുന്നത്, തിരസ്കരണം അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിക്കാമോ? അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവൾക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. യേശുവിനെയും ഉദരത്തിൽ പേറിക്കൊണ്ട് യേശുവിനെ പ്രസവിക്കുന്ന ആ പ്രസവത്തിന്റെ സമയം ആയപ്പോൾ മറിയം പല വീടുകളുടെ വാതിലുകളും മുട്ടി. ആ വീട്ടുകാരെല്ലാം അവൾക്ക് മുമ്പിൽ വാതിൽ അടച്ചു. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? മറിയം എന്ന് പറയുന്ന ഈ സഹോദരി വളരെ മാന്യമായി ജീവിക്കുന്ന, വളരെ സൽസ്വഭാവിയായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ലോകം ഒരു കാഴ്ച കണ്ടത്. അവൾ വിവാഹിതയാകുന്നതിന് മുൻപ്, അവൾ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഗർഭം ധരിച്ചു. ഈ ഒരു സംഭവം, ഈ ഒരു കാഴ്ച മനുഷ്യർ അവളെ തെറ്റിദ്ധരിക്കുന്നതിന് കാരണമാക്കി. യേശു എങ്ങനെ അവളുടെ ഉദരത്തിൽ ജനിച്ചുവെന്ന് നാട്ടുകാർക്കറിയത്തില്ല. യേശു പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചതെന്ന് അവളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മറിയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തികൾക്കും അറിയത്തില്ല. യേശു പരിശുദ്ധാത്മാവിനാൽ ജന്മം എടുത്തു എന്നുള്ളത് ഒരു സംഘടനകൾക്കും വ്യക്തികൾക്കും സമൂഹത്തിനും ബോധ്യമില്ലാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും നമ്മളുടെ യഥാർത്ഥ സാഹചര്യത്തെ, നമ്മളുടെ യഥാർത്ഥ അനുഭവത്തെ, നമ്മളുടെ യഥാർത്ഥ അവസ്ഥയെ മനുഷ്യർ മനസ്സിലാക്കാതിരിക്കുമ്പോഴും, അതിൻ്റെ നടുവിൽ നാം റിജക്ഷൻസ് അനുഭവിക്കുമ്പോഴും, ആ റിജക്ഷൻ്റെ വേദന, ആ തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിച്ച ഒരു ദൈവം നമുക്കുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ.
എല്ലാ വീടിന്റെ വാതിലുകളും മറിയത്തിന്റെ മുൻപിൽ അടയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഒരു വഴിയമ്പലത്തിൽ, നിങ്ങൾ ആ വാക്യം പാസ്റ്റർ ക്രിസ്ത്യൻ വായിച്ചത് ശ്രദ്ധിക്കണം. ഒരു വഴിയമ്പലത്തിൽ എല്ലാവർക്കും കയറാൻ കഴിയുന്ന, എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു സ്ഥലമാണ് വഴിയമ്പലം. ആർക്ക് വേണമെങ്കിലും കയറാം, ആർക്ക് വേണമെങ്കിലും കയറി റെസ്റ്റ് എടുക്കാം, ആർക്ക് വേണമെങ്കിലും താമസിക്കാം. പക്ഷേ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? വഴിയമ്പലത്തിൽ അവർക്ക് ഇടമില്ലായകയാൽ. ആ വാക്കിനൊരു അർത്ഥമുണ്ട്. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ മറിയം ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെ അവന്റെ സമൂഹം യേശുവിനെ തെറ്റിദ്ധരിച്ച് തിരസ്കരിച്ചു. 2, വഴിയമ്പലം എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് പ്ലേസ് ആണ്, പൊതുവായി ഉപയോഗിക്കുന്ന, മനുഷ്യൻ ഉപയോഗിക്കുന്ന ഇടമാണ്. ആ വഴിയമ്പലക്കാർ വേറെ എല്ലാവർക്കും വഴിയമ്പലത്തിൽ ഇടമുണ്ട്. മദ്യപിക്കുന്നവർക്ക് ഇടം കാണും, ചൂത് കളിക്കുന്നവർക്ക് ഇടം കാണും, ലോകത്തിലെ എല്ലാ മേഖലകളിലുള്ളവർക്കും, നാനാതുറകളിലുള്ളവർക്കും വഴിയമ്പലത്തിൽ ഇടമുണ്ട്. പക്ഷെ ദൈവപുത്രന് പിറക്കാൻ, ദൈവപുത്രന് ജനിക്കാൻ, യേശുവിനെ കിടത്താൻ വഴിയമ്പലത്തിൽ ഇടവില്ലെന്ന് പറഞ്ഞു. ജന്മദേശം യേശുവിനെ തള്ളുന്ന ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യേശു കർത്താവ് റിജക്ഷൻസ്, തിരസ്കരണങ്ങൾ അനുഭവിക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ യേശു കർത്താവ് തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായി തീർന്നത് കൊണ്ടാണ് അവൻ മൂലക്കല്ലായി മാറിയതെങ്കിൽ, ഇന്ന് പകൽ ജീവിതത്തിൽ എവിടെങ്കിലും തിരസ്കരണങ്ങൾ, റിജക്ഷനുകൾ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അത് ജനിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ അനുഭവിച്ചത്? വളർന്നതിന് ശേഷമല്ലേ നിങ്ങൾ അനുഭവിച്ചത്? എന്നാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അനുഭവിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നാം സേവിക്കുന്ന സത്യം തിരിച്ചറിയുക. ഹല്ലേലൂയ. വഴിയമ്പലത്തിൽ ബാക്കി എല്ലാവർക്കും ഇടമുണ്ട്, യേശുവിന് ജനിക്കാൻ ഇടമില്ല. എല്ലാ വീടുകളിലും സുഖ സൗകര്യങ്ങളുണ്ട്, പക്ഷേ മറിയത്തിന് കയറി വരാൻ അനുവാദമില്ല. ശ്രദ്ധിക്കുക. നമ്പർ 1, എണ്ണിക്കോ കർത്താവ് എവിടൊക്കെ തള്ളപ്പെട്ടെന്ന്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് സമൂഹം അവനെ തള്ളി. 2, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 2 13 and 14. മത്തായി സുവിശേഷം 2:13-14 വാക്യങ്ങൾ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. നോക്കിയേ, യേശു കർത്താവ് ബെത്ലഹേമിലാണ്, അപ്പത്തിന്റെ വീടായ ബെത്ലഹേമിലാണ് യേശു കർത്താവ് ജനിച്ചത്. ചോദിക്കട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ജനിച്ചെടുത്തല്ലേ ആ കുഞ്ഞ് വളരേണ്ടത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ ജനിച്ച പട്ടണത്തിൽ, അവൻ ജനിച്ച വീട്ടിലല്ലേ അവൻ വളർച്ച പ്രാപിക്കേണ്ടത്? പക്ഷേ ജനിച്ച നാട് വിടേണ്ട അവസ്ഥ യേശുവിന് വരികയാണ്. കാരണം ഹെരോദ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ശിശുക്കളെ വധിച്ചു കളയാൻ. കാരണം സ്തോത്രം, 3 രാജാക്കന്മാർ എന്ന് പറയുന്നത് പോലെ, സ്തോത്രം, പൊന്നും മൂരും കുന്തിരുക്കവുമായി അവർ മൂവരും യേശുവിന്റെ അടുക്കലെത്തി. എന്നാൽ യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുൻപ് ഈ ആട്ടിടയന്മാർ പോയത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഹെരോദാവിനോട് ചോദിച്ചു, രാജാക്കന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ദേശത്തെ ഭരിക്കുന്ന ഒരു രാജാവിനോട്, ദുഷ്ടനായ ഒരു ഭരണാധികാരിയോട് ഈ ആട്ടിടയന്മാർ ചെന്ന് പറഞ്ഞു, നിന്നേക്കാൾ, നിന്റെ തലയ്ക്കു മുകളിൽ വേറൊരു രാജാവ് ജനിച്ചിട്ടുണ്ട്, രാജാക്കന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ഒരു വാർത്ത, ഈ ഒരു ശ്രുതി ഹെരോദാവിനെ അസൂയുള്ളവനാക്കി മാറ്റി. കുഞ്ഞുങ്ങളെ മുഴുവൻ ഹെരോദാവ് കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ജോസഫിന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നാടുവിടണം, എത്രയും പെട്ടെന്ന് നാടുവിടണം.
നീ ബത്ലഹേമിൽ നിന്ന് കുഞ്ഞിനെയും കൂട്ടി മിസ്രൈമിലേക്ക് പോകണം, ഈജിപ്തിലേക്ക് പോകണം. നോക്കിയേ, ഉദരത്തിൽ കിടന്നപ്പോൾ പിറക്കാൻ അനുവദിക്കാതെ സമൂഹവും കൂട്ടുപ്രവർത്തകരും കുടുംബക്കാരും സഹോദരങ്ങളും അവനെ തള്ളി. വളരാൻ അനുവദിക്കാതെ ജന്മദേശം, ജനിച്ച നാട്, അത് വിട്ടു പോകേണ്ട അവസ്ഥ യേശുവിന് വന്നു. 30-ാമത്തെ വയസ്സിലല്ല, 10-ാമത്തെ വയസ്സിലല്ല, 12-ാമത്തെ വയസ്സിലല്ല. യേശു കർത്താവ് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അവൻ വീണ്ടും റിജക്ഷൻ അനുഭവിക്കുകയാണ്. ഉദരത്തിൽ വെച്ച് റിജക്ഷൻ, ജനിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ റിജക്ഷൻ, ജീവിതത്തിലെല്ലാം ഒറ്റപ്പെടലുകൾ, തള്ളപ്പെടലുകൾ കർത്താവ് അനുഭവിക്കുമ്പോൾ ഒരു പ്രവചനം ഇവിടെ നിവർത്തീകരിക്കപ്പെടുകയാണ്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ?